അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് മൂപ്പരങ്ങ് കൊഴഞ്ഞു വീണ് മരിച്ചു. അബ്ദുൽ ലത്തീഫ് മദനി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗത്തിൽ വലിയ പദവി കൊടുക്കട്ടെ, നമുക്ക് അള്ളാഹു നല്ല മരണം തരട്ടെ. അപ്പൊ കണ്ടില്ലേ, വെറുതെ ആ മരണം കിട്ടൂലല്ലോ, അന്ന് വെറുതെ ഒന്നും കിട്ടൂല. അപ്പോ ഒരു സയ്യിദ് ഉണ്ട്, ഞാൻ ആ സയ്യിദിനെ അങ്ങോട്ട് വിളിച്ചപ്പോ, നമ്മളെ അറിവിൽ നമ്മൾ ആ ഭാഗത്തുള്ളൊരു സയ്യിദ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു സയ്യിദ്. മൂപ്പരെ ഞാൻ ഒരു വിഷയത്തിന് അങ്ങോട്ട് വിളിച്ചപ്പോ മൂപ്പർ പറഞ്ഞു, നൗഫൽ സഖാഫി, ഞാനിപ്പോ അടുത്ത് മരിച്ച അബ്ദുൽ ലത്തീഫ് മദനിന്റെ വീട്ടിലാണ് ഉള്ളത്, ആ വീട്ടിൽ നിന്നൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ നമ്മളിങ്ങനെ കുറച്ചു നേരം ഫോണില് ആ ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് മൂപ്പർക്ക് അങ്ങനെ ഒരു മരണം കിട്ടാൻ, പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഒരു നല്ല മരണം സംഭവിച്ചാൽ വേഗം അവരെ വീട്ടിലേക്ക് പോയിട്ട് അയാൾ എന്താ ഒരു പ്രത്യേകത അയാൾക്കുള്ളത് എന്ന് ചോദിച്ചറിയും. ഒരു ചീത്ത മരണമുണ്ടായാലും അങ്ങനെയാണ്, പോയിട്ട് ചോദിച്ചറിയും എന്താ അങ്ങനെ ഒരു മരണ കാരണം. അപ്പൊ ഈ തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാന് അബ്ദുൽ ലത്തീഫ് മദനിന്റെ ഉമ്മാനോട് ചോദിച്ചു, മരിച്ച ഈ ഉസ്താദിന്റെ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളെ മോന് അങ്ങനെ ഒരു മരണം വെറുതെ കിട്ടൂല, അത് അയാൾക്ക് നല്ല ആർക്കാണെങ്കിലും അത്ര അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ എളുപ്പത്തിലൊന്നും അത്ര നല്ല മരണമൊന്നും കിട്ടൂലല്ലോ. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിത്യമാക്കിയിട്ടുണ്ടാവും, ചെയ്യണത് ഒന്നാണെങ്കിലും ഉണ്ടല്ലേ. മൂപ്പർക്ക് ഇപ്പൊ യൂട്യൂബ് ചാനലൊന്നുമില്ല, ഉണ്ടോ? മൂപ്പരെ ഒരു ക്ലിപ്പും ജീവിതകാലത്ത് വന്നതായി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആകെ മൂപ്പരെ ക്ലിപ്പ് വന്നിട്ടുള്ളത് മരിച്ച രംഗാണ്, ആ ക്ലിപ്പേ വന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് മൂപ്പര് ലോകമെമ്പാടും അറിയപ്പെട്ട സെലിബ്രിറ്റിയായി മാറി. ജീവിതകാലത്ത് മൂപ്പരൊരു സ്പീച്ചും നടത്തിയിട്ടില്ല, ഒരു കപ്പലിൽ പോകുന്ന യാത്രയും കാണിച്ചിട്ടില്ല, ഫ്ലൈറ്റിൽ പോകണമെന്നും കാണിച്ചിട്ടില്ല. ആകെ മൂപ്പര് മരിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ലോകമെമ്പാടും അറിഞ്ഞു. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തത് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണത്, നമ്മളൊന്ന് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി. ഇത് മൂപ്പർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, മൂപ്പർ അങ്ങ് ചെയ്തപ്പോ നല്ല മരണം കിട്ടിയപ്പോ ലോകം അറിഞ്ഞു. ഏത് രാഷ്ട്രമാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത്? അപ്പൊ അത് അത്ര വെറുതെ ഒന്നും കിട്ടൂലല്ലോ. അപ്പൊ ഈ തങ്ങളാപ്പ പറയാണ്, നല്ലൊരു സയ്യിദാണ്, മുഖ്ലിസായ സയ്യിദാണ് മൂപ്പര്. ഈ തങ്ങളാപ്പ പറഞ്ഞു, നൗഫൽ, ഞാന് അബ്ദുൽ ലത്തീഫ് മദന്റെ ഉമ്മാനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഉമ്മ നിങ്ങളെ മോനക്ക് ഇങ്ങനെ ഒരു മരണം കിട്ടാൻ? അപ്പൊ ഉമ്മമാർക്കല്ലേ മക്കളെ കുറിച്ച് എന്നാരുള്ളൂ. ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളെ മകന് ഇത്രയും നല്ല മരണം കിട്ടാനുണ്ടായ കാരണം എന്താണ്? ഉമ്മയായ നിങ്ങൾക്കറിയാതിരിക്കൂലല്ലോ. ഉമ്മാന്റെ മറുപടിയാണ് ഈ സയ്യിദിനോട്, തങ്ങളെ, എന്റെ മോനെ കുറിച്ച് എനിക്ക് വേറൊന്നും അറിയില്ല, പക്ഷെ രണ്ട് സ്വഭാവം അവന്റെ ജീവിതത്തിൽ അവൻ പതിവാക്കിയിരുന്നു, അത് ഞാൻ കണ്ടതാണ്. ആ ഉമ്മ തങ്ങളോട് പറഞ്ഞത്, ഞാൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് തങ്ങളവരുകൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഇവിടെ വാള് പറയുമ്പോൾ ഞാനതിപ്പോ ഓർക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മ തങ്ങളാപ്പാനോട് പറഞ്ഞു, ഉമ്മ പറയാണ്, തങ്ങളെ, എന്റെ മകൻ കുറച്ചേ കഴിക്കുള്ളൂ, കുറെ ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാലും എന്റെ മകനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനല്ലേ അവന്റെ ഉമ്മ, ഞാനല്ലേ അവനെ പ്രസവിച്ചത്, ഞാനല്ലേ അവനെ പോറ്റി വളർത്തിയത്, ഞാനല്ലേ അവന് ഭക്ഷണം കൊടുത്തത്. അതാ അവന്റെ സ്വഭാവമാണ്, കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷേ കുറച്ച് കഴിച്ചിട്ട് ബാക്കി കുറച്ചങ്ങെടുത്ത് വെക്കൂ, എന്നിട്ടോ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കൂ, മനുഷ്യർക്ക് കൊടുക്കൂ, ജീവികൾക്ക് കൊടുക്കൂ. ഇനി രണ്ടാമത്തെ സ്വഭാവം എന്താണ്? അതേ പള്ളിയിൽ നിന്ന് മാസം മാസം കിട്ടുന്ന സംഖ്യ അത് കൂട്ടാൻ ചോദിച്ച് വാങ്ങിയ ചരിത്രം എന്റെ മകന്റെ ജീവിതത്തിലില്ല. അത് കുറഞ്ഞു പോയി എന്ന പരാതിയും ഉണ്ടായിട്ടില്ല. കിട്ടുന്നതോ ചെറിയ സംഖ്യയാണ്, അത് അവർക്കും അവരെ കുടുംബത്തിനും തന്നെ തികയുന്നില്ല. എന്നാലും അത്യാവശ്യമുള്ളതിന് വേണ്ടി മാത്രം എടുത്തു വെച്ച് ബാക്കിയുള്ള ചെറിയ ചെറിയ തോതിൽ
തോതിലെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുത്ത് സഹായിക്കൂ, പാവങ്ങളെ സഹായിക്കൂ. അത് കൊടുക്കുന്നത് ചിലപ്പോ ഒരാൾക്ക് 100 രൂപയായിരിക്കും, എന്നാലും പതിവ് പോലെ അങ്ങനെ പലതും കൊടുത്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ചോദിക്കട്ടെ, ഇതാർക്കാണ് ചെയ്യാൻ കഴിയുക? നല്ല മനസ്സുള്ളവർക്കല്ലേ ചെയ്യാൻ കഴിയുക? ഞാൻ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരും ഭക്ഷണം കഴിക്കണം. അതെ, ഞാൻ മനസ്സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം പോരാ, അവരും ജീവിക്കണം എന്ന നല്ല മനസ്സുള്ളവർക്കല്ലേ ഇത് ചെയ്യാൻ കഴിയുക. ആ നല്ല മനസ്സുണ്ടായത് കൊണ്ടല്ലേ ഒരു നല്ല മരണം കിട്ടിയത്. അത് വെറുതെയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. ഓ, എന്നെ ഒന്ന് മുസ്ലിമായി മരിപ്പിച്ചിട്ട് സ്വാലിഹീങ്ങളെ കൂടെ എന്നെ ചേർക്കണേ അല്ലാഹ്. ആ നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന്